സിന്ധു നദീജല കരാർ താൽക്കാലികമായി നിർത്തിവച്ചതിനെ തുടർന്ന് പാകിസ്ഥാൻ കടുത്ത ജലപ്രതിസന്ധി നേരിടുന്നതായി റിപ്പോർട്ട്. പാകിസ്ഥാനിലെ 80% കൃഷിയും നാശത്തിന്റെ വക്കിലാണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. പാകിസ്ഥാനിലെ ജനസാന്ദ്രതയേറിയ പലയിടങ്ങളും കടുത്ത ജലക്ഷാമം നേരിടേണ്ടി വരുമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഈ വർഷം ആദ്യമായിരുന്നു ഇന്ത്യ സിന്ധു നദീജല കരാർ താൽക്കാലികമായി റദ്ദാക്കിയത്. പാകിസ്ഥാനാണ് ഇന്ത്യയിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന്റെ പിന്നിൽ എന്ന് ആരോപിച്ചായിരുന്നു ഈ നടപടി. പാകിസ്ഥാനിൽ പ്രധാനമായും കാർഷിക മേഖലയിലെ ജലസേചനത്തിനായി ഈ നദിയെയാണ് ആശ്രയിക്കുന്നത്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാനിലെ 80% കൃഷിയും നാശത്തിന്റെ വക്കിലാണ് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. നിലവിൽ സിന്ധു നദിയിലെ പാകിസ്ഥാന്റെ അണക്കെട്ടുകൾക്ക് 30 ദിവസത്തെ ജലം സംഭരിക്കാൻ മാത്രമേ കഴിയൂവെന്ന് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എക്കണോമിക്സ് ആൻഡ് പീസിന്റെ 2025 പരിസ്ഥിതി ആഘാത റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. കൂടാതെ പാകിസ്ഥാനിലെ ജനസാന്ദ്രതയേറിയ പലയിടങ്ങളും കടുത്ത ജലക്ഷാമം നേരിടേണ്ടി വരുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. സിന്ധു നദീജല കരാർ ഇന്ത്യ മരവിപ്പിച്ചതിന്റെ ഫലമായി പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിൽ ജലക്ഷാമം രൂക്ഷമാണെന്ന വാർത്ത നേരത്തെ പുറത്തു വന്നിരുന്നു. ഏഷ്യയിലെ 2 രാജ്യങ്ങൾ തമ്മിലുള്ള ഏക അതിർത്തി കടന്നുള്ള ജലപങ്കിടൽ കരാറാണ് സിന്ധു നദീജല കരാർ. 1960 സെപ്റ്റംബർ 19 ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സിന്ധു നദീജല കരാർ ഒപ്പുവെക്കുന്നത്.